മനസാക്ഷിയെ തകർക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും അയ്യച്ചാടിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന യുവജനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന അക്രമ വാസനയ്ക്കെതിരെ, ലഹരി ഉപയോഗത്തിനെതിരെ സ്നേഹ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി പുതുപ്പള്ളി അയ്യച്ചാടി കോളേജും അയ്യച്ചാടി സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന സ്നേഹത്തോട് എന്ന പേരിൽ അറിയപ്പെടുന്ന കൂട്ടയോട്ടം ഏതാനും നിമിഷങ്ങൾക്കകം ബഹുമാനപ്പെട്ട എം.എൽ.എ എത്തിച്ചേർന്നിരിക്കുന്നു. എം.എൽ.എ കൂട്ടയോട്ടത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കേരളത്തിലുടനീളം അയ്യച്ചാടിയുടെ ആഭിമുഖ്യത്തിൽ 85 സെന്ററുകളിൽ നിന്നും വിവിധ നഗരങ്ങളിൽ കേന്ദ്രങ്ങളിൽ ബഹുമാനപ്പെട്ട എം.എൽ.എ ശ്രീ ചാണ്ടി ഉമ്മൻ സാറ്, ഇസ്രായേൽ സാറ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകർ, ലഹരിക്കെതിരെ സമൂഹത്തിൽ വളർന്നു വരുന്ന, പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിൽ വളർന്നു വരുന്ന അക്രമ സ്വഭാവങ്ങൾക്കെതിരെ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലും ഒരു ബോധവൽക്കരണ പരിപാടി എന്ന നിലയിലും അയ്യച്ചാടി കേരളത്തിലെ 88ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരേ കൂടെ കീഴിൽ വരുന്ന അയ്യച്ചാടിയുടെ പേരിൽ ഇന്ന് സംസ്ഥാനത്ത് 100ഓളം കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന സ്നേഹത്തോടെന്ന പേരിൽ സംഘടിപ്പിക്കുന്ന കൂട്ടയോട്ടവും സ്നേഹമതിലും അതിൻ്റെ പുതുപ്പള്ളി അയ്യച്ചാടി സ്ഥാപനങ്ങളായ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ്, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ സംയുക്തമായിട്ട് പുതുപ്പള്ളി നിയോജക മണ്ഡല ആസ്ഥാനം പുതുപ്പള്ളി കവലയിൽ സംഘടിപ്പിക്കുന്ന ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഈ ബഹുമാനപ്പെട്ട ചാണ്ടിയമ്മൻ സാറാണ് നമ്മളോടൊപ്പം ഇത് സ്നേഹ സന്ദേശ യാത്രയിൽ കൂട്ടയോട്ടത്തിൽ പങ്കെടുക്കുന്ന സാറിനെ സ്വാഗതം ചെയ്യുന്നു. രണ്ട് വാക്ക് സംസാരിക്കും. പോലീസ് ഇൻസ്പെക്ടർ ശ്രീ മനോജ് അവർക്ക്, കൃഷിയായൻ സാറ്, പ്രിയപ്പെട്ട അയ്യച്ചാടിയിലെ കുഞ്ഞു മക്കള്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ഇന്ന് അയ്യച്ചാടിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ സ്നേഹത്തോടെ റൺ അവേ ഫ്രം ഡ്രഗ്സ് എന്ന് പറഞ്ഞ മഹത്തായ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുക. നമുക്കറിയാം, നമ്മുടെ നാടിലെ ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് ഡ്രഗ്സായി വന്നിരിക്കുന്നു. ഡ്രഗ്സിനെതിരെ ഉള്ള പോരാട്ടം, ആ പോരാട്ടം ഓരോരുത്തരും അവരുടെ മനസ്സിൽ നിന്ന് തുടങ്ങേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞു മക്കൾ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള, ഈ നാടിനെ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ ഡ്രഗ്സ് ഇങ്ങനെ നമ്മുടെ നാട്ടിലോട്ട് കൊണ്ടുവന്ന് ഒഴുക്കാനുള്ള ശ്രമം. അതിന് നിങ്ങൾ ശക്തമായ രീതിയിൽ പ്രതികരിക്കണം. ഇതൊരു തുടക്കമാണ്. നമുക്ക് ദിവസവും ദിനംപ്രതി നമ്മുടെ ജീവന് ആപത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡ്രഗ്സിനെതിരെയുള്ള പോരാട്ടം തുടരുവാനും നടത്തുവാനും എനിക്ക് സാധിക്കണം. ഇന്ന് ഈ തുടക്കത്തിന് നേതൃത്വം കൊടുക്കുന്ന അയ്യച്ചാടിയെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. കേരളം ഒട്ടുക്ക് ഇങ്ങനെ ലഹരിയല്ല ജീവിതമാണ് ഹരം എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യവുമായി മുന്നോട്ട് പോകുന്ന ഈ ഒരു സംരംഭത്തിന് എല്ലാവിധമായ ആശംസകളും നേരുന്നു. ഇവരെല്ലാം അനുമതിയോടുകൂടി ഇതിനെ ഫ്ലാഗ് ഓഫ് ചെയ്യും. ലഹരി വ്യാപനത്തിനെതിരെ നടന്ന
എന്ന പേരിൽ അറിയപ്പെടുന്ന കൂട്ടയോട്ടം ആരാധ്യനായ പുതുപ്പള്ളിയുടെ പ്രിയപ്പെട്ട MLA ചാണ്ടി ഉമ്മനോടൊപ്പം ഇതാ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെയായി കടന്നു വരുന്ന ഉടനീളം അയ്യച്ചാണ്ടിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന യുവജനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന അക്രമവാസനയ്ക്കെതിരെ ലഹരി ഉപയോഗത്തിനെതിരെ സ്നേഹ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി അയ്യച്ചാടിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന സ്നേഹത്വം എന്ന പേര് സംഘടിപ്പിച്ചിരിക്കുന്ന കൂട്ടയോട്ടം പുതുപ്പള്ളിയുടെ പ്രിയപ്പെട്ട MLA ചാണ്ടി ഉമ്മനും പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പൊന്നുമ്പ ചന്ദ്രനും നേതൃത്വം നൽകുന്ന കൂട്ടയോട്ടം ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെയായി കടന്നു വരുന്ന അയ്യച്ചാടിയുടെ 85ഓളം വരുന്ന സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ വിവിധ നഗര കേന്ദ്രങ്ങളിൽ ഇന്ന് രാവിലെ 7 മണി മുതൽ ലഹരി വ്യാപനത്തിനെതിരെ റൺ അവേ ഫ്രം ഡ്രഗ്സ് എന്ന പേരിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചിരിക്കുന്നു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒത്തൊരുമയോടെ ഒന്നിച്ചു നീങ്ങാം, ഒരുമിച്ച് പോരാടാം. ഈ നാടിനെ കാർന്നു തിന്നുന്ന കൊടിയ വിഷമായ മയക്കുമരുന്നുകൾക്കെതിരെ നാളെയുടെ പ്രതീക്ഷയായ നമ്മുടെ പിഞ്ചോമനകൾക്ക് വേണ്ടി കൈകോർക്കാം എന്ന സന്ദേശവുമായി ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കേരളത്തിലുടനീളം അയ്യച്ചാടിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന യുവജനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന അക്രമവാസനയ്ക്കെതിരെ സ്നേഹ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി അയ്യച്ചാടിയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹത്തോട് എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്ന കൂട്ടയോട്ടം ബഹുമാനപ്പെട്ട പുതുപ്പള്ളിയുടെ പ്രിയപ്പെട്ട MLA ചാണ്ടി ഉമ്മനോടൊപ്പം പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പൊന്നമ്മ ചന്ദ്രന്റെ നേതൃത്വത്തിൽ ഇതാ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെയായി കടന്നു വരുന്ന വഴിയോരങ്ങളിൽ ആവേശോചിതമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കേരളത്തിലുടനീളം അയ്യച്ചാടിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന യുവജനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന അക്രമവാസനയ്ക്കെതിരെ നടത്തപ്പെടുന്ന യുവജനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന അക്രമവാസനയ്ക്കെതിരെ ലഹരി ഉപയോഗത്തിനെതിരെ സ്നേഹ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി അയ്യച്ചാടിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സ്നേഹത്തോട് എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്ന കേരളത്തിലുള്ള അയ്യച്ചാടിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന യുവജനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന അക്രമവാസനയ്ക്കെതിരെ ലഹരി ഉപയോഗത്തിനെതിരെ സ്നേഹ സന്ദേശം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പൊന്നമ്മ ചന്ദ്രനോടൊപ്പം ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെയായി കടന്നു വരുന്നു. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒത്തൊരുമയോടെ ഒന്നിച്ചു നീങ്ങാം, ഒരുമിച്ച് പോരാടാം. ഈ നാടിനെ കാർന്നു തിന്നുന്ന കൊടിയ വിഷമായ മദ്യമയക്കുമരുന്നുകൾക്കെതിരെ നാളെയുടെ പ്രതീക്ഷയായ നമ്മുടെ പിഞ്ചോമനകൾക്ക് വേണ്ടി കൈകോർക്കാം. കേരളത്തിലുടനീളം അയ്യച്ചാടിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന കടന്നു വരുന്നു. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. കടന്നു വരുന്ന വഴിയോരങ്ങളിൽ ആവേശ ഉജ്ജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെയായി കേരളത്തിലുടനീളം അയ്യച്ചാടിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന യുവജനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന അക്രമവാസനയ്ക്കെതിരെ ലഹരി ഉപയോഗത്തിനെതിരെ സ്നേഹ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി അയ്യച്ചാടിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സ്നേഹത്തോടെന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്ന കൂട്ടയോട്ടം ഇതാ പുതുപ്പള്ളി കവലയിൽ എത്തിച്ചേർന്നിരിക്കൂ. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ.
അവന് ഓടാൻ പറ്റിയല്ലേ? ലഹരിയുടെ അമിത സ്വാധീനത്തിനെതിരെ ഇന്ന് നൂറോളം കേന്ദ്രങ്ങൾ സംഘടിപ്പിക്കുന്ന സ്നേഹ സന്ദേശ കൂട്ടയോട്ടത്തിന്റെ ഭാഗമായി പുതുപ്പള്ളി IHRD സ്ഥാപനങ്ങളിൽ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂള് സംയുക്തമായിട്ട് നടത്തിയ കൂട്ടയോട്ടത്തിന്റെ സമാപന സമ്മേളനമാണ് നമ്മൾ നടക്കുന്നത്. ബഹുമാനപ്പെട്ട ചാണ്ടി ഉമ്മൻ സാറ് MLA നേതൃത്വം നൽകിയ ഈ കൂട്ടയോട്ട പരിപാടിയിലെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പൊന്നമ്മ ചന്ദ്രൻ പങ്കാളിയായി, അതോടൊപ്പം സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഋഷിരാജൻ സാറ്, റോട്ടറി ക്ലബിന്റെ പ്രസിഡന്റ് കുര്യൻ ബിന്ദു സാറ്, JCCന്റെ മറ്റ് സംഘടനകളൊക്കെ പങ്കാളികളായി വളരെ വിജയകരമായിട്ട് നടന്ന ഈ കുട്ടിയോട്ടത്തിന്റെ അവസാന ഭാഗം എന്ന നിലയിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ നമ്മളിപ്പോൾ എടുക്കാൻ പോവുകയാണ്. എല്ലാവരും അധ്യക്ഷനായിട്ട് വന്ന പ്രതിജ്ഞ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കാനായിട്ട് ചാന്ദിനി മിസ്സിനെ മാനവികരാശിയെ തകർക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും. ലഹരിമുക്ത നവകേരളം പടുത്തുയർത്തുവാൻ എൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. നാർക്കോട്ടിക്സ് ഡിവൈഎസ്പി AJ തോമസ് എത്തിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തെ അഭിസംബോധന ചെയ്ത് ബഹുമാനപ്പെട്ട MLA ചാണ്ടി ഉമ്മൻ സാർ സംസാരിക്കും. ഏറ്റവും പ്രിയപ്പെട്ട പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി പൊന്നമ്മ ചന്ദ്രൻ അവർ, പ്രിയപ്പെട്ട നാർക്കോട്ടിക്സ് സെല്ലിൻ്റെ DYSP തോമസ് സാറ്, പ്രിയപ്പെട്ട ഋഷിരാജ് സാറ്, പ്രിയപ്പെട്ട IHRDയുടെ വിദ്യാർത്ഥി സമൂഹമേ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, വളരെ അനിവാര്യമായ ഒരു ആ അവയർനെസ്സിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ നാടിനെ വളരെ ഭയപ്പെടുത്തുന്ന ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ വളർച്ചയായി ഇന്ന് ഡ്രഗ്സ് മാറിയിരിക്കുകയാണ്. ആസൂത്രിതമായി നമ്മുടെ കുട്ടികളുടെ കയ്യിലേക്ക് എത്തിക്കാനും അതുപോലെ നമ്മുടെ കുട്ടികളെ ഇതിന് അടിമപ്പെടുത്തുവാനുള്ള ശ്രമം ഇവിടെ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥിയുടെ വീട്ടിൽ ഞാൻ പോയി. LKG പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥി പഠിക്കുന്ന സ്കൂളിൽ തലേ ദിവസം അവിടെ ഉണ്ടായിരുന്ന മുട്ടായി എടുത്ത് കുട്ടി കഴിച്ചു. ആ കുട്ടി മണിക്കൂറുകൾ ഉറക്കത്തിലേക്ക് പോയി. പിന്നെ ICUവിൽ കിടന്നു 12 ദിവസം. ഇന്ന് BP-യുടെ പേഷ്യന്റാണ്. അത് തീർച്ചയായിട്ടും കേരളത്തിന്റെ ഇന്നത്തെ സാഹചര്യം ചൂണ്ടിക്കാണിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് സുലഭമായി ഈ മയക്കുമരുന്ന് ലഭ്യമാകുന്ന സാഹചര്യം നമ്മുടെ ഓരോ സ്കൂളുകളുടെയും മുന്നിലും പിന്നിലും അതിനോട് ചേർന്ന സ്ഥലങ്ങളിലും
ഇത് കിട്ടുന്ന സാഹചര്യം. കഴിഞ്ഞ ദിവസം ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഐസ്ക്രീമിൽ മയക്കുമരുന്ന് കൊടുത്തു, കരിയറാക്കി, ഫോട്ടോസ് എടുത്തു, അതിനെ ബ്ലാക്ക്മെയിൽ ചെയ്തു. 13ാം ദിവസം ഈ കുട്ടി ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം. ഇത് നമ്മുടെ കേരളത്തിലാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ അനവധി സംഭവങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ പ്രതികരിച്ച് മതിയാകത്തുള്ളൂ. ഇന്ന് സമൂഹം ഒറ്റക്കെട്ടായി ഇവിടെ വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് അയ്യച്ചാടിയെ ഞാൻ അഭിനന്ദിക്കുന്നു. കേരളം ഒട്ടുക്ക് ഈ ഒരു വലിയ അവയർനെസ് ക്യാമ്പയിനുമായി വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും അവയർനെസ്സിനോടൊപ്പം തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നമ്മുടെ ചുറ്റും ഇത് അവൈലബിൾ ആണെങ്കിൽ പ്രിയപ്പെട്ട നാർക്കോട്ടിക് സെല്ലിന്റെ DSP അദ്ദേഹം ഉൾപ്പെടെ ഇവിടെയുണ്ട്. നമുക്കിവിടെ അങ്ങനെ അവയർനെസ് ക്യാമ്പയിനോടൊപ്പം തന്നെ ഇതിനെ പ്രതിരോധിക്കുക, ശക്തമായ നടപടിയെടുക്കുക. മിക്കവാറും പുറത്തു നിന്നായിരിക്കും ഇതിന് സപ്ലൈ വരുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ പുറത്തുപോയി വരെ പിടിക്കുവാനുള്ള സാഹചര്യം 2015-16 കാലഘട്ടങ്ങൾ അങ്ങനെ ഞാൻ കേട്ടിരുന്നു. പുറത്തുപോയി കെനിയയിൽ വരെ പോയി പ്രതിയെ പിടിച്ചുകൊണ്ട് വന്ന സാഹചര്യം ഉണ്ടായിട്ട് അതുപോലും നമ്മൾ പരിഗണിക്കേണ്ട കാലഘട്ടമായി ഇന്ന് മാറിയിരിക്കുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് ശക്തമായ പ്രതിരോധ പ്രവർത്തനം, അവയർനെസ് ക്യാമ്പയിൻ, എന്നാൽ മാത്രമേ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് കുട്ടികളോട് പറയേണ്ടത്, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഒരിക്കലും പറയണമെന്ന് വിചാരിച്ചില്ല, പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരാൾ പോലും ഒരു മുട്ടായി നിങ്ങൾക്ക് തന്നാൽ, നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാള്, നിങ്ങളുടെ കുടുംബത്തിൽ അടുത്ത ബന്ധമില്ലാത്ത ഒരാള് ഒരു മുട്ടായി പോലും തന്നാൽ മേടിക്കാൻ പാടില്ല എന്നുള്ള സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം എന്താണ് ആ വ്യക്തിയുടെ മനസ്സിൽ എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ സൂക്ഷിച്ച്, നിങ്ങളടുത്ത് കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങൾ ഏറ്റവും സൂപ്പർ സ്മാർട്ടായിട്ടുള്ള ഒരു ജനറേഷനാണ്. നിങ്ങളടുത്ത് കൂടുതൽ എക്സ്പ്ലനേഷൻ തരേണ്ട കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായ നിങ്ങളുടെ ലോജിക് ഉപയോഗിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകാവുള്ളൂ. നിങ്ങൾ വരുന്ന വഴിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും 100 രൂപ തട്ടിയെടുക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ കയ്യിൽ 100 രൂപയുണ്ട്, ആ 100 രൂപ തട്ടിയെടുക്കാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കത്തില്ല. കാരണം നിങ്ങൾ പൂർണ്ണമായ ബോധത്തോടും കൂടി അതിനെ തടയും. അതുപോലെ തന്നെയാണിത്. നിങ്ങൾക്ക് ആരെങ്കിലും മയക്കുമരുന്ന് നൽകിയാൽ അത് നിങ്ങളെ നശിപ്പിച്ച് അവർക്ക് പൈസ ഉണ്ടാക്കുവാനുള്ള സംവിധാനമാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ കൃത്യമായ അവയർനെസ്സോടുകൂടി, ജാഗ്രതയോടുകൂടി, കൃത്യമായ ബോധ്യത്തോടുകൂടി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നത്. അപ്പൊ ഇതും കൂടെ മനസ്സിലാക്കുക. നിങ്ങളെ നശിപ്പിക്കുവാൻ സമൂഹത്തിൽ കുറച്ചുപേര് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അത് നിങ്ങളെ കൊന്നും, നിങ്ങളുടെ സ്വപ്നങ്ങളെ കൊന്നും, നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളെ കൊന്നും അവർക്ക് പൈസ ഉണ്ടാക്കുക, ഈ സമൂഹത്തിൽ ശക്തി ആർജിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അവരെ തിരിച്ചറിയുവാനും സാധിക്കണം. അതുപോലെ പോലീസ് അധികാരികളോട് എനിക്ക് പറയാനുള്ളത്, ശക്തമായ നടപടി ഈ ക്രിമിനൽ സംഘത്തിനെതിരെ ആര് നൽകിയാലും, ഏത് പാർട്ടിയിൽ പെട്ട വ്യക്തിയാണെങ്കിൽ ശരി, അതിനെ പാർട്ടിയോ ജാതിയോ മതമോ നോക്കാൻ സാധിക്കുന്നില്ല. ഇത് ഈ സമൂഹത്തിനെതിരെയുള്ള ക്രൈമാണ്, ഈ സമൂഹത്തിനെതിരെയുള്ള കുറ്റമാണ്. അതിനെ നമുക്ക് കൈയും കെട്ടി നോക്കിയിരിക്കാൻ സാധിക്കത്തില്ല. ആര് ചെയ്താലും അത് കണ്ണുമടച്ച് അവർക്കെതിരെ നടപടിയെടുക്കാൻ, മുഖം നോക്കാതെ നടപടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇതുവരെ സാധിച്ചിട്ടുണ്ട്, ഇനിയും അങ്ങനെ സാധിച്ചേ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾ, നിങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്നത്, ഇവിടുത്തെ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്നത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസം ഒരു മാതാവിന്റെയും പിതാവിന്റെയും കഥ കേട്ടു. സ്വന്തം മകളെ കാണാതായപ്പോൾ അല്ലെങ്കിൽ ഒളിച്ചോടിയപ്പോൾ ആത്മഹത്യ മാതാപിതാക്കൾ. ഇതാണ് ഈ സമൂഹത്തിന്റെ ഒരു രീതി. നമ്മുടെ സംസ്കാരത്തിൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. അങ്ങനെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ജാഗ്രത പുലർത്തിയേ മതിയാകത്തുള്ളൂ. നിങ്ങൾ ജാഗ്രത പുലർത്തിയേ മതിയാകത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ നടപടിയും നിങ്ങൾ എടുക്കണം, നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കുവാൻ, ഈ നാടിനെ സംരക്ഷിക്കുവാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു അയ്യച്ചാടിയുടെ എൻഡെവറിനെ പ്രത്യേകമായി അഭിനന്ദിക്കുക. കേരളം ഒട്ടുക്ക് ചെയ്യുന്ന ഈ പരിപാടിക്ക് എല്ലാവിധമായ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നാർക്കോട്ടിക് സെൽ DYSP ശ്രീ AJ തോമസ് സാറിനെ 2 വാക്ക് സംസാരിക്കും. ബഹുമാന്യം ആദരണീയമാനായ പുതുപ്പള്ളിയുടെ MLA ശ്രീ ചാണ്ടി ഉമ്മൻമോഹൻ, വേദിയിലുള്ള വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, വിദ്യാർത്ഥി എന്ന വാക്കിൻ്റെ അർത്ഥം വിദ്യയോട് ആർത്തിയുള്ളയാളെന്നാണ്. എന്നാൽ സമകാലീന കാലയളവിൽ നമ്മളിപ്പോൾ കണ്ടുവരുന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ പല അനാശാസ്യ പ്രവണതകൾ കടന്നു വരുന്നതായിട്ട് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ അറിയുന്നുണ്ട്. നമ്മുടെ ആരോഗ്യത്തെ കാർന്നു നിന്ന, നമ്മുടെ അവയവങ്ങളെ ഇല്ലാതാക്കുന്ന മാരകമായ രാസലഹരികൾ ഉപയോഗിച്ച് നമ്മുടെ യുവതലമുറ നശിച്ചു പോകുന്ന ഒരു പ്രവണത നമ്മളിടെ കണ്ടുവരുന്നുണ്ട്.
ഇതിനെ പ്രതിരോധിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. IHRD പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുന്നോട്ട് വരുന്നത് തികച്ചും സാധാരണമാണ്. ജനപ്രതിനിധികൾ മുന്നോട്ട് വരുന്നത് തികച്ചും സാധാരണമാണ്. ഇങ്ങനെ ഒരു പൊതുവായ ഒരു മുന്നേറ്റത്തിലൂടെ മാത്രമേ നമുക്കിതിനെ പ്രതിരോധിക്കാൻ കഴിയുള്ളൂ. നമുക്കറിയാം, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനായ ബ്രെയിൻ, തലച്ചോറ്, കിഡ്നി, ലിവർ മുതലായ പ്രധാന അവയവങ്ങളെയാണ് ഇത് ബാധിക്കുന്നത്. ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ഈ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇല്ലാതാവുകയും നമ്മൾ തികച്ചും ഒരു രോഗിയായി മാറി തെരുവിൽ ഭ്രാന്തനെ പോലെ അലഞ്ഞു തിരിയേണ്ട ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരും. നമ്മൾ ഈ സമൂഹത്തിൽ ഒരു മനുഷ്യജന്മത്തോടു കൂടി വന്ന ആൾക്കാരാണ്. സ്വർഗീയമായ സന്തോഷത്തോടെ ജീവിക്കേണ്ട ആൾക്കാരാണ്. ഇത്തരം ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും അകന്നു നിന്നുകൊണ്ട് കുടുംബത്തിനും സമൂഹത്തിനും ഗുണം ചെയ്യുന്ന ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹമായി മാറുവാനായിട്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. അതോടൊപ്പം ഞാനൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് യോദ്ധാവ് എന്ന് പറഞ്ഞൊരു നമ്പറുണ്ട്. അത് കേരള ആൻറ്റി നാർക്കോട്ടിക് നമ്പറാണ്. അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാം, വാട്സാപ്പിൽ സന്ദേശങ്ങൾ അയക്കാം. ഈ സന്ദേശങ്ങളും മെസ്സേജുകളും ഒക്കെ ആരാണ് അയക്കുന്നതെന്ന് ഇത് റിസീവ് ചെയ്യുന്നവർക്ക് അറിയാൻ കഴിയില്ല. തികച്ചും ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് സന്ദേശങ്ങളിലൂടെ അല്ലെങ്കിൽ വീഡിയോ വഴി അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് അല്ല വോയിസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാം. ഒരു രീതിയിലും ഇത് പുറത്താവുകയില്ല. നിങ്ങളുടെ സ്വകാര്യത ആരും അറിയുകയില്ല. പ്രകടിപ്പിച്ചതിൽ എല്ലാ വർഷങ്ങളിലും ഇതുപോലെ തന്നെ IHRD മുൻകരുതലോടെ ഇതുപോലെ തന്നെ കൂട്ടയോട്ടങ്ങളും നടപ്പും ഇങ്ങനെയുള്ള ലഹരിക്കെതിരായിട്ടുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായി നടത്തുന്നതാണ്. നമുക്കതിന് ഒറ്റക്കെട്ടായിട്ടുണ്ട്. ഒരു കക്ഷി രാഷ്ട്രീയമില്ലാതെ ജാതിഭേദമന്യേ സമൂഹത്തെ നല്ലൊരു സ്കൂളിലെ കുട്ടികളെ നല്ലൊരു തലമുറയായി വാർത്തെടുക്കാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസയും നൽകുന്നു. നമുക്കറിയാം, ലഹരിക്കെതിരെ ഇപ്പം എന്തെല്ലാം അക്രമങ്ങളാണ് നടക്കുന്നത്. അപ്പൻ മക്കളെ കൊല്ലുക, അല്ലെ മക്കൾ അച്ഛനെ കൊല്ലുക. ഇങ്ങനെ നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ്. ഒരു വീട്ടിൽ തന്നെയുള്ള 5 അംഗങ്ങളെ കൊലപ്പെടുത്തിയതും എല്ലാം ഈ ലഹരിയുടെ അടിമയായി മാറുന്നത് കൊണ്ട് മാത്രമാണ്. നമുക്കതുകൊണ്ട് സമൂഹം ഒറ്റക്കെട്ടായി നിന്നെങ്കിൽ മാത്രമേ നമുക്കിതിനെതിരായിട്ട് സ്കൂളുകളാണേലും എല്ലാവരും ഒരുപോലെ നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്കിതിനെതിരായിട്ട് നല്ലൊരു രീതിയിൽ പ്രവർത്തിക്കാൻ. അതുപോലെ തന്നെ ഏറ്റവും അത്യാവശ്യമായിട്ട് പറയാനുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ നമുക്കിത് ഇങ്ങനെയുള്ള അക്രമങ്ങളെ കണ്ടുപിടിക്കാനും കൂടുതലായിട്ട് അവർക്ക് ശിക്ഷ വിധിക്കാനും. ശിക്ഷ കുറവായി പോയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഇതുപോലെയുള്ള അക്രമങ്ങളൊക്കെ നമ്മുടെ ഈ സംസ്ഥാനത്ത് നടക്കുന്നത്. അതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാകണം. എല്ലാവരും നമ്മുടെ അടുത്ത് തന്നെ നമ്മുടെ MLA ഉണ്ട്. MLA അടക്കമുള്ള എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ IHRDക്ക് എല്ലാവിധ നന്മയും നേർന്നുകൊണ്ടും എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ലഹരിയല്ല, ജീവിതമാണ് ലഹരി എന്ന സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് പുതുപ്പള്ളി IHRD ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളും കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസും സംയുക്തമായി സംഘടിപ്പിച്ച ഈ കൂട്ടയോട്ട പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തമായ സന്ദേശം ബഹുമാനപ്പെട്ട MLAയും അതേപോലെ DYSP സാറും നമ്മുടെ മുൻപാകെ അവതരിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വാർത്താമാധ്യമങ്ങളിലും പത്രത്താളുകളിലുമൊക്കെ നമ്മയൊക്കെ നടുക്കുന്ന ഒട്ടനവധി സംഭവ പരമ്പര തന്നെ നമ്മുടെ കേരളത്തിൽ നടക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ നാട് ഇന്ന് പിശാചിൻ്റെ നാടായി മാറുകയാണോ എന്ന ആശങ്ക പൊതുപ്രവർത്തകർക്കും അതേപോലെ സാമൂഹ്യ പ്രവർത്തകർക്കും ഉണ്ട് എന്നാണ് സംശയിക്കപ്പെടേണ്ടത്. ഈ ദുസ്സഹമായ ഈ കാലഘട്ടത്തിൽ അതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഗവൺമെൻറ്റും അതേപോലെ പോലീസ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും നമ്മോട് ഒപ്പമുണ്ട് എന്നത് വളരെ ആശ്വാസകരമായ വസ്തുതയാണ്. സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഈ പരിപാടി വിജയകരമാക്കാൻ ധാരാളം ആൾക്കാർ നമ്മളോട് സഹകരിച്ചു. ഒറ്റ ദിവസത്തെ ആസൂത്രണത്തിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ കാണുന്നത്. നമ്മളോട് ഇന്നലെയാണ് ഈ സംഭവങ്ങളെ തുടർച്ചയായിട്ടുള്ള സംഭവങ്ങളുടെ കാഠിന്യം കൂടി വരുന്നത് കണ്ടുകൊണ്ട് ഇന്നലെയാണ് നമ്മളോട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കണമെന്ന് ഡയറക്ടറേറ്റിൽ നിന്ന് അറിയിക്കുകയും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനം വിളിച്ച് ഇന്ന് എല്ലാ കേന്ദ്രങ്ങളിലും രാവിലെ 7:30 മുതൽ പരിപാടികൾ ആരംഭിക്കുകയും ചെയ്യുന്നു.
അപ്പോൾ നമ്മൾക്കിവിടെ MLA ആദ്യം തന്നെ സമീപിച്ചു. അപ്പോൾ അദ്ദേഹം ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യല്ല, മുഴുവൻ സമയം ഈ കുട്ടിയോട്ടത്തിന് പങ്കെടുക്കാനായിട്ട് നമ്മളോടൊപ്പം ഉണ്ടാവും എന്നറിയിച്ചു. അത് അതേപടി പ്രാവർത്തികമാക്കുകയും ചെയ്തു. MLAക്ക് ഏച്ചാടി കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ശ്രീമതി കൊല്ലമ്മച്ചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നല്ല ആരോഗ്യത്തോടെ ഈ പ്രാവശ്യം നയിക്കുന്ന കൊല്ലമ്മച്ചന്ദ്രൻ നമ്മളോടൊപ്പം അവിടെ ഓർമ്മയുണ്ടായിരുന്നു. അതുപോലെ പഞ്ചായത്തിൻ്റെ എല്ലാ പ്രതിനിധികളും പഞ്ചായത്തിൻ്റെ മിഷനറി നമ്മളുടെ ഈ പ്രവർത്തനത്തിന് ഒപ്പം നിന്നു. അവർക്ക് ഏച്ചാഴിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സ്കൂളുമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിലും പുതുപ്പള്ളിയിലെ സാംസ്കാരിക നായകനെന്ന നിലയ്ക്ക് അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഋഷിരാജൻ സാർ നമുക്കൊരു നല്ല സന്ദേശം നൽകി. അദ്ദേഹത്തിന് എല്ലാ IHRD സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഒപ്പമാണ്. സാറിന് നന്ദി അറിയിക്കുന്നു. കോട്ടയം നാർക്കോട്ടിക്സ് DYSP അജയത്തോൺ സാറ് ജോലി തിരക്കുകാരനാണ്. അദ്ദേഹം പെട്ടെന്ന് പോകേണ്ടി വന്നു. അദ്ദേഹത്തെ ഈ രാവിലെ അദ്ദേഹം പാലായിൽ നിന്ന് ഇവിടെ വന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് നമുക്ക് സന്ദേശം നൽകി. അദ്ദേഹത്തെ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള ജിനി പോള്, ശ്രീ ജിനു കെ പോള്, ശ്രീ ജിനു വി കുമാർ, ജോബി അല്ലെങ്കിൽ തോമസ് വർഗീസ് ചാപ്പൻ എന്ന് പറയുന്ന ജോബി ഒക്കെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അവരൊക്കെ നിങ്ങളോട് എപ്പോഴും നമ്മളുടെ ഈ പരിസരത്ത് തന്നെ ഉണ്ട്. നമ്മളോടൊക്കെ കുട്ടികളോട് എല്ലാ കാര്യങ്ങളിലും സംവദിക്കുന്ന ആൾക്കാരാണ്. അവർക്കൊക്കെ നമ്മളോട് ഈ അകമഴിഞ്ഞ സഹകരണത്തിന് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന റോട്ടറി ക്ലബ്ബ് JCCന്റെ പ്രതിനിധികൾ, റോട്ടറി ക്ലബിന്റെ കുര്യൻകുഞ്ഞു സാറുണ്ട്, JCCന്റെ ജിബിനുണ്ട്. ഇവരൊക്കെ നമ്മളോടൊപ്പം എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. ഇന്നത്തെ ഈ രാവിലെ ഉള്ള സംഘടിപ്പിച്ച ഈ പ്രോഗ്രാമിലും അവരെല്ലാം വളരെ ഉത്സാഹത്തോടെ വന്ന് പങ്കെടുത്തു. അവർക്ക് നന്ദി അറിയിക്കുന്നു. റോട്ടറി ക്ലബ്ബാണ് നമ്മൾക്ക് കുടിവെള്ളം അത് സ്പോൺസർ ചെയ്ത്. റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിന്റെ ബെസ്റ്റ് ബേക്കറിലെ പ്രേമൻ ചേട്ടനും ഒക്കെ കൂടി നമ്മൾക്ക് തന്ന ഈ സ്നേഹത്തിന് നന്ദി അറിയിക്കുന്നു. അതേപോലെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വിജയിപ്പിക്കാനായിട്ട് എത്തിച്ചേർന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിലെ വിദ്യാർത്ഥികളെ, അധ്യാപകര്, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ, അധ്യാപകര് എല്ലാവരെയും ഈ അവസരത്തിന് നന്ദിയോടെ ഓർക്കുന്നു. നമ്മളുടെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രകാശൻ ചേട്ടൻ, അങ്ങനെ പലരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും ഈ അവസരത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് നമ്മളുടെ ഈ പരിപാടി അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൊടുക്കും. പിന്നെ പുതുപ്പള്ളി യൂണിയൻ കോർഡിനേറ്ററായിട്ടുള്ള ജോസഫ് സാർ നമ്മളോടൊപ്പം ആദ്യം മുതലുണ്ട്. എല്ലാ പരിപാടികളും കൊടുക്കുന്നത് ജോസഫ് സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കുട്ടികളെ സംഘടിപ്പിച്ച് തന്നെ അദ്ദേഹം എത്തിച്ചേർന്ന് നന്ദി അറിയിക്കുന്നു. Wow.